ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുകയാണ്. ഫാസ്റ്റ് ഫോർവേഡ് ടു വിക്ടറി. ജയത്തിലേക്ക് എത്രയും വേഗം കുതിച്ചു കയറുവാൻ ഇന്ന് ഒരു പ്രത്യേക അഭിഷേകത്തിൻ്റെ പകർച്ച ഇവിടെ ഉണ്ടായിരിക്കും. ഫാസ്റ്റ് ഫോർവേഡ് ടു യുവർ വിക്ടറി. നിങ്ങളുടെ ജയത്തിലേക്ക് നിങ്ങൾ കുതിച്ചു കയറണം. ഇന്ന് അതിനൊരു അഭിഷേകം പകരപ്പെടും. കാര്യം 40 ദിവസം ആരംഭിക്കുന്ന അന്നല്ല, ഈ ദിവസങ്ങളിൽ തന്നെ അതിനുള്ള പകർച്ചകൾ ആരംഭിച്ചിരിക്കും. സോ നമ്മൾ വലിയ പ്രതീക്ഷയോടിരിക്കുക. നമ്മളുടെ ജയത്തിലേക്ക് കുതിച്ചു ചാടുവാൻ ഇന്ന് പകൽ ചിലർ തയ്യാറാകണം. ആൻഡ് യു വിൽ ഫാസ്റ്റ് ഫോർവേഡ്. ഉപവാസത്തോടെ നിങ്ങൾ ജയത്തിലേക്ക് കടന്നു വന്നിരിക്കും. ഫാസ്റ്റ് ഫോർവേഡ് ടു വിക്ടറി. സോ ആധാരമായി വായിച്ചു തുടങ്ങുവാൻ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. ആ വാക്യങ്ങൾ എല്ലാവരും ദയവായി നിങ്ങളുടെ ബൈബിളുകളിൽ എടുക്കണം. എക്സഡസ് ചാപ്റ്റർ നമ്പർ 17. അതിനുശേഷം നമ്മൾ വായിക്കുന്ന വാക്യങ്ങളൊന്നും യു ക്യാൻ ജസ്റ്റ് ലിസൺ. വായിക്കുവാൻ ഏൽപ്പിച്ചവർ അത് വായിക്കും. എങ്കിലും ഈ ഒരു വചനഭാഗം ബൈബിളുള്ള എല്ലാവരും, ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ദയവായി ചേർന്ന് വായിക്കുവാൻ, ഇല്ലെങ്കിൽ ചേർന്നെടുക്കുവാൻ അപേക്ഷിക്കുന്നു. എക്സഡസ് ചാപ്റ്റർ നമ്പർ 17, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മൈക്കിൽ കൂടെ വായിക്കുമ്പോൾ ദയവായി ചേർന്ന് അത് വായിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. എക്സഡസ് 17:8-13. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ച് അതിലേക്ക് കണക്ട് ചെയ്യും. എങ്കിലും അതിന് മുൻപേ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുക. കാര്യം ചില അമാലേക്യ ശക്തികളെ വെട്ടി നിരത്തി കളയുവാൻ ആലയത്തിൻ്റെ അകത്ത് അല്ല, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പലരുടെ ജീവിതത്തിലേക്കും ഇന്നൊരു അഭിഷേകത്തിൻ്റെ പകർച്ച പകരുവാൻ പോകുകയാണ്. ക്യാൻ ഐ റിപ്പീറ്റ് ദിസ്? ഉയർന്നു നിൽക്കുന്ന ചില ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ വെട്ടിക്കളയുവാൻ ചിലതിൻ്റെ മേലൊരു അഭിഷേകം പകരുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ കണ്ണുകൾ അടയ്ക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ഇതിൻ്റെ അകത്തും എവിടെയെങ്കിലും, ആലയത്തിൻ്റെ അകത്തല്ലെങ്കിലും ഭവനത്തിൻ്റെ അകത്തോ എവിടെയെങ്കിലും വാഹനത്തിലോ, ബെഥൽ റേമ റേഡിയോയിൽ കൂടിയോ, ഹാർവെസ്റ്റ് ടെലിവിഷനിൽ കൂടിയോ, വെബ്കാസ്റ്റിൽ കൂടിയോ, വ്യത്യസ്ത മീഡിയകളിൽ കൂടെ എന്ന് വചനം ശ്രദ്ധിക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി വന്നു വീഴുവാൻ, അങ്ങനെ ആത്മശക്തി വന്നു വീഴുകയാൽ ഈ ആരാധന കഴിയുന്നതിൻ്റെ മുൻപേ ചില പുതപ്പുകൾ ചിലതിൻ്റെ മേൽ വീഴുകയും ഉയർന്നു നിൽക്കുന്ന അമാലേക്കിൻ്റെ ശക്തികൾ പരിശ്രമം കൂടാതെ ചിലർ മുൻപിൽ നിൽക്കുകയാൽ അവരുടെ ശക്തികൾ ക്ഷയിച്ച പകരം ദൈവജനം ഉയർന്നു വരുന്നത് പോലെ, ദൈവജനം വെട്ടിക്കയറി വരുന്നത് പോലെ, ദൈവജനം ജയാളികളായി വരുന്നത് പോലെ, അമാലേക്യ ശക്തികൾ തകർന്നു മാറുന്നത് പോലെ ഇന്ന് ചിലതിൻ്റെ മേൽ ആ ശക്തി പകരപ്പെടുകയാണ്. Come on, receive it. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചത് പ്രാപിച്ചോ, അന്യഭാഷകളിൽ ആരാധിച്ച് പ്രാപിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒറ്റ വ്യക്തിയെ വിടാതെ ലോർഡ് ഹല്ലേലൂയ. ദേശശക്തികൾ വെട്ടിവീഴ്ത്തപ്പെടുന്നത് പോലെ, ഉന്മൂലനാശമാകപ്പെടുന്നത് പോലെ, അതിൻ്റെ ഓർമ്മകൾ പോലും തുടച്ചു മാറ്റുന്നത് പോലെ, മാനുഷികമായി അസാധ്യം, അസംഭവം എന്ന് പറയുന്ന ചിലരുടെ മുൻപിൽ വരുവാൻ, കുടുംബങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന അമാലേക്യ ശക്തികൾ എന്നതുപോലെ നിൽക്കുന്നത്, ദേശശക്തികൾ അമാലേക്യ ശക്തികൾ പോലെ നിൽക്കുന്നത്, പർവ്വതം പോലെ ഉയർന്നിൽക്കുന്നത് സമനിലമായി മാറുവാൻ, വെട്ടിമാറ്റപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ ഈ ആരാധന കഴിയുന്നതിന് മുൻപേ ആ പകർച്ചകൾക്കായി അങ്ങേ സ്തുതിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ആ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇന്ന് ആ പ്രാർത്ഥന ഫലിച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ചരിത്രഭാഗം വളരെ ലളിതമായി, വളരെ ചുരുക്കമായി പറഞ്ഞതിന് ശേഷം ഞാൻ മെസ്സേജിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അമാലേക്ക് എന്നുള്ള ആ ഒരു ഗ്രൂപ്പ്, ട്രൈബ്, രാക്ഷസന്മാരുടെ അനേക ഗ്രൂപ്പ്സ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ അല്ല, ചരിത്രത്തിൽ അല്പമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വളരെ റെയറായി ആർക്കിയോളജിയിൽ കണ്ടെത്തുന്നത് പോലെ വലിയ ജയൻസ്, ഫിലിസ്തീനെ കുറിച്ച് ഒടുവിൽ പറയുമ്പോൾ അവർ 9 അടി വരെ ഹൈറ്റ് ഉള്ളവരായിരുന്നു. എങ്കിലും അമാലേക്കിനെ കുറിച്ച് ലഭിക്കുന്ന അല്പം ചില ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുത്താൽ ഏകദേശം 20-22 അടി ഹൈറ്റ് വരുന്ന
ഭയങ്കരം അജാനബാഹുക്കളായ വലിയ രാക്ഷസന്മാരായിരുന്നു അമാലേക്ക്. ആ അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാൻ മാനുഷികമായി ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. ഇതേ വചനഭാഗം എടുത്ത് പഠിപ്പിച്ചപ്പോൾ സ്തുതിയെക്കുറിച്ച് പറഞ്ഞു, ഇന്നും സ്തുതിയെക്കുറിച്ച് പറയും. ഇത് അനുസരണത്തെ കാണിക്കുന്ന ഒരു വചനഭാഗമാണ്, അനുസരണത്തെക്കുറിച്ച് പറയും. എങ്കിലും ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ശരീരത്തിൻ്റെ പോസ്ചർ, ശരീരത്തിൻ്റെ രീതികൾക്ക്, ബോഡി ലാംഗ്വേജിനും ആത്മമണ്ഡലത്തിനും ഒരു കണക്ഷനുണ്ട്. നമ്മൾ വിചാരിക്കും വിശ്വാസവും ഉള്ളിലുള്ള ആ വിശ്വാസത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന്. ഓഫ് കോഴ്സ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വിശ്വാസത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ബിലീവ്, വിശ്വസിക്കുക, എങ്കിൽ നീ രക്ഷ പ്രാപിക്കും. എന്തുവാണ് വിശ്വസിക്കേണ്ടത്? ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് എന്നേക്കും അകന്ന് ഒരു നിത്യ നരകം, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ അങ്ങനത്തെ ഒരു നരകത്തിലാണ് എൻ്റെ നിത്യഭാവി മുഴുവൻ. അങ്ങനെ ഞാൻ നിത്യ മരണത്തിന് യോഗ്യനായ ഒരു വ്യക്തി ആയിരിക്കുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ ദാനമായ സൗജന്യമായ രക്ഷ ഞാൻ പ്രാപിക്കുവാൻ വളരെ സിമ്പിളാണ്. അതിനെ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ബൈബിൾ പറയുന്നു. D.L. മൂഡി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയും ഭാരമുള്ളൊരു കല്ല് തലയിൽ എടുത്തു വയ്ക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് ബൈബിൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കഴിയുന്നത്രയും ഏറ്റവും വലിയ ഒരു കല്ല് തലയിൽ വെച്ച് ഞാൻ നിന്നേനേം. കാര്യം ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ടെങ്കിലും ബൈബിളിൽ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നില്ല. വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എൻ്റെ പാപങ്ങൾക്കായി മരിച്ചു. യേശു എൻ്റെ പാപങ്ങൾക്കായി മരിച്ചതിനാൽ ആ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിക്കുവാൻ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറന്നു തരുന്നു, എൻ്റെ അകത്തേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമെന്നും, കർത്താവായി യേശു നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി രാജാവായി കർത്താവ് വരുമ്പോൾ യേശുവേ ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ സൂക്ഷിക്കുകയും അങ്ങനെ നമ്മൾ നിത്യ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് മാറ്റപ്പെടും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തോ ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എവിടെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും ഒരു നിമിഷം മെസ്സേജിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനൊരു സന്ദേശം പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ പൈതലാക്കണമേ, അങ്ങയുടെ ആത്മാവെന്നിലേക്ക് പകർന്ന് ആത്മാവിൽ എനിക്ക് രക്ഷ തരണമേ, എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി യേശു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നാവ് ചലിപ്പിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് ബൈബിൾ ഉറപ്പു തരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, വിശ്വസിച്ചാൽ മാത്രം മതി. അത് ഏറ്റു പറഞ്ഞാൽ രക്ഷ പ്രാപിക്കും. അത് മാനുഷികമായി യുക്തിപരമായി ചിന്തിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഡിഗ്രി വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിങ്ങളാരും ഡിഗ്രി പ്രാപിക്കുകയില്ല. എനിക്കൊരു BA BCom വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വീട്ടിലിരുന്ന് ഞാൻ BA കാരനാണ് എന്ന് വിശ്വസിച്ചാൽ എനിക്ക് BA ലഭിക്കുകയില്ല. പകരം എനിക്കൊരു ഡിഗ്രി വേണമെങ്കിൽ ഞാൻ കോളേജിൽ പോയി എൻറോൾ ചെയ്ത്, യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് അങ്ങനെ പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ എനിക്കൊരു ഡിഗ്രി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഭൂമിയിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനൊരു വശമുള്ളതും കൊണ്ട് വളരെ ലളിതമായി നീ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്നുള്ള ബൈബിളിലെ പ്രമാണം ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും യുക്തിവാദികൾക്കും ബുദ്ധിയുള്ളവർക്കും ഒക്കെയും അംഗീകരിക്കുവാൻ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇന്ന് പറയട്ടെ, ചിലർ വിശ്വസിച്ചവർ ഇതിൻ്റെ അകത്തുള്ളതിനാൽ ലോകത്തിൻ്റെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായ ചിലത് ഭോഷത്വത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതുപോലെ ഏറ്റവും ലളിതമായി ബൈബിൾ പറയുന്ന വിശ്വസിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തും എൻ്റെ ശബ്ദപരിധിക്കുള്ളിലുള്ളതിനുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വെരി സിമ്പിൾ. കർത്താവേ, അങ്ങയുടെ വചനം അത് പറയുന്നു. എൻ്റെ ബുദ്ധിക്കും എൻ്റെ യുക്തിക്കും അത് നിരക്കുന്നില്ല, എങ്കിലും അങ്ങയുടെ വചനം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. ഐ ജസ്റ്റ് ബിലീവ്. ആ വിശ്വാസത്തിൽ ചിലർ നിത്യ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് മാറ്റപ്പെട്ടു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എങ്കിലും സഭാരാധനയ്ക്ക് വരുമ്പോൾ ബൈബിളിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടെങ്കിലും സകലതും വിശ്വാസം കൊണ്ട് മാത്രം തീരുകയുമില്ല. ഉദാഹരണത്തിന് എൻ്റെ അകത്തുള്ള വിശ്വാസം ദൈവം അറിയുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ചെയ്യട്ടെ, ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം എന്നാരെങ്കിലും വിചാരിച്ചാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. രക്ഷിക്കപ്പെടുവാൻ നമ്മൾ വിശ്വസിക്കണം. എങ്കിലും ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട അനുസരണത്തിൻ്റെ ക്രിയകൾ നമ്മൾ ചെയ്തേ മതിയാകൂ. ഉദാഹരണത്തിന്
രക്ഷിക്കപ്പെട്ടതിന് ശേഷം, മാനസാന്തരപ്പെട്ടതിന് ശേഷം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം എന്ന് ബൈബിൾ പറയുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ അകം കർത്താവ് അറിയുന്നു, ഞാൻ ആ ക്രിയ ചെയ്തില്ലെങ്കിൽ, അനുസരണം ചെയ്തില്ലെങ്കിലും സാരമില്ല എന്നാരെങ്കിലും വിചാരിച്ചാൽ, വിശ്വാസത്തിന് സ്ഥാനമുണ്ടെങ്കിലും അനുസരണത്തിനും ക്രിയയ്ക്കും പ്രവൃത്തിക്കും കൊടുക്കേണ്ട ബഹുമാനവും സ്ഥാനവും കൊടുത്തില്ലെങ്കിൽ ആ രക്ഷ പൂർണ്ണമാകുകയില്ല എന്ന് ബൈബിൾ വെളിച്ചത്തിൽ ഓർപ്പിക്കട്ടെ. അവിടെ കൊണ്ട് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഈ വായിച്ച വാക്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അമാലേക്യരുമായിട്ട് എനിക്കൊരു യുദ്ധമുണ്ടായിരിക്കും, ഞാൻ അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് മോശെ, നീ ഒരു കാര്യം ചെയ്യണം, നീ കരമുയർത്തണം. ഒബീഡിയൻസ്, അനുസരണം അവിടെ ആവശ്യമായിരുന്നു എന്ന് മോശ പറഞ്ഞെന്നിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഇഷ്ടമല്ലയോ, അങ്ങയുടെ പദ്ധതിയല്ലയോ, അങ്ങ് എന്തോ വേണമെങ്കിൽ തീരുമാനിച്ചാൽ ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പാളയത്തിലിരുന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചോളാം, അങ്ങയ്ക്ക് മഹത്വം എല്ലാം തന്നേക്കാം. അതുകൊണ്ട് പക്ഷേ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിരുന്ന് കൈമുക്കിയിരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട്, വെയിൽ കൊള്ളണം, മാത്രമല്ല കാറ്റടിക്കും, വല്ലാത്ത പ്രയാസമാണ്. ഈ പർവ്വതത്തിന് മണ്ടേ വല്ല കയറിപ്പോയി കൈയും പൊക്കിയിരിക്കുന്നത് ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? താഴ്വരയിൽ ഭയങ്കര യുദ്ധം നടക്കുമ്പോൾ നേതാവായി നിൽക്കുന്ന ഞാൻ പർവ്വതത്തിൻ്റെ മണ്ടേ പോയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? പല ഒഴിവുകഴിവുകൾ പറയുവാൻ സാധിക്കും. എങ്കിലും ഒറ്റ വാക്കുപോലും ഒഴിവുകഴിവുകൾ പറയാതെ മോശ ഒരു കാര്യം ചെയ്തു, പറഞ്ഞതുപോലെ അനുസരിക്കുവാൻ തീരുമാനിച്ചു. പർവ്വതത്തിൻ്റെ മുകളിൽ പോയി കരം ഉയർത്തിയിരിക്കുവാൻ തീരുമാനിച്ചു. എന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച ചിലർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം എന്നുള്ള ദൈവ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായെങ്കിൽ അടുത്ത ലെവലിലേക്ക് ദൈവം ചിലതിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. Let me quickly come. അങ്ങനെ കരം ഉയർത്തിയിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആത്മതലത്തിൽ ചില ചലനങ്ങൾ സംഭവിച്ചു എന്ന് പറയട്ടെ. പലരുടെയും ജീവിതത്തിൽ ബന്ധനങ്ങൾ അഴിയാത്തത് തലത്തിൽ ചലനങ്ങൾ സംഭവിക്കാത്തതിൻ്റെ കാര്യം ചെറിയ നിസ്സാരമായ ചില അനുസരണത്തിൻ്റെ പടികൾ ചിലർ സ്കിപ്പ് ചെയ്യുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ വരേണ്ട വലിയ വിടുതലുകൾ എന്നും തടയപ്പെട്ടിരിക്കുന്നത്. അത് മാറുവാൻ ചിലർ അനുസരണത്തിലേക്ക് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മോശെ, അങ്ങയുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ അറിയാത്തൊരു കാര്യമുണ്ട്. ആത്മതലത്തെ ചലിപ്പിക്കുന്ന ഏതോ ഒന്ന് ആ ശരീരത്തിന്റെ പോസ്ചറിലുണ്ട് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. കരം ഉയർന്നിരിക്കുമ്പോൾ അമാലേക്യർ തോറ്റുപോകും. കരം താണിരിക്കുമ്പോൾ ഇസ്രായേലിയർ തോറ്റോടി പിന്മാറുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ദൂതന്മാർ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങുകയാണ്. മോശയുടെ കരം താണു കഴിയുമ്പോൾ ദൂതന്മാർ യുദ്ധത്തിൽ നിന്ന് മാറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. അമാലേക്യരെ നാച്ചുറലി നേരിടുവാൻ ഒരു ഇസ്രായേലിനും സാധിക്കുകയില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അറ്റ്ലീസ്റ്റ് 10-12 അടി ഹൈറ്റുള്ള ഒരു രാക്ഷസനെ ഒരു വ്യക്തിക്ക് നേരിടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ അമാലേക്കിൻ്റെ സൈന്യത്തെ നേരിടുവാൻ വരുന്ന ഇസ്രായേലെ നിങ്ങളുടെ ബലം കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല. നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൂതന്മാർ പുറപ്പെട്ടേ മതിയാകൂ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരോടോ സംസാരിക്കുക. നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെ പ്രയത്നത്താൽ നിന്റെ പരിശ്രമത്താൽ ജയിക്കാം എന്നാരെങ്കിലും വിചാരിച്ചാൽ യു ജസ്റ്റ് കനോട്ട് ഡു ഇറ്റ്. പകരം ദൈവത്തിൻ്റെ ദൂതന്മാരൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയട്ടെ, ആ പ്രശ്നത്തെ ഏറ്റവും എളുപ്പം നേരിടുവാൻ അമാലേക്യർ മുൻപിൽ വീഴത്തക്കതുപോലെ എൻ്റെ ദൈവത്തിന് ചില ശക്തികളെ ഒടുക്കിക്കളയുവാൻ ചിലരുടെ സ്തുതിയും ആരാധനയും അനുസരണവും ഇന്നും ആവശ്യമാണ്. ആർ മുൻപിലേക്ക് ഇറങ്ങും, നിങ്ങളുടെ ജയത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കും. How does it work? നമ്മുടെ ശരീരത്തിൻ്റെ പോസ്ചർ കരമടിക്കുന്നതിന്, കരമുയർത്തുന്നതിന്, മുഴങ്കാലിൽ നിൽക്കുന്നതിന്. എനിക്ക് താഴ്മയുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുന്നു, പക്ഷേ മുഴങ്കാലിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. അത് ശരീരത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, മനസ്സിൻ്റെ കുഴപ്പം കൊണ്ട്. ശരീരത്തിന് പ്രയാസമുള്ളവർ നിന്ന് ദൈവത്തെ ആരാധിച്ചാലും, കരമുയർത്തി ദൈവത്തെ ആരാധിച്ചാലും, കരം തട്ടി ദൈവത്തെ ആരാധിച്ചാലും ദൈവം മാനിക്കും. എങ്കിലും താഴ്മ ധരിക്കുവാൻ അകത്ത് താഴ്മയുണ്ടല്ലോ, ദൈവം കണ്ടോളും. അല്ല, മുഴങ്കാലിൽ ഇരിക്കുന്ന ചിലരുണ്ടോ, നിന്റെ ജീവിതത്തിൽ വൻ വിടുതലുകൾ ദൈവം തന്നിരിക്കും. ബോഡി പോസ്ചർ, പ്ലേസസ്, സ്ഥലങ്ങൾക്ക് വരെ അതിൻ്റെ അർത്ഥമുണ്ട്. ഒന്ന് വായിക്കാം. 134-ാം സങ്കീർത്തനം. 3 വാക്യങ്ങളേ ഉള്ളല്ലോ, പെട്ടെന്ന് ഓടിച്ചു വായിച്ചിട്ട്. 134-ാം സങ്കീർത്തനം. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി. രാത്രിയാമങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവർ. രാത്രിയാമത്തിന് എന്തോ ഇത്രയും വലിയ പ്രത്യേകത? ഞാൻ പകൽ മുഴുവൻ വേണമെങ്കിൽ ആലയത്തിൽ വന്നിരിക്കാം, രാത്രിയിൽ അല്പസമയമേ ഉറങ്ങാൻ കിട്ടത്തുള്ളൂ. അതങ്ങ് വിട്ടേര്, രാത്രിയെക്കുറിച്ച് പറയണ്ട. രാത്രിയാമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, അർദ്ധരാത്രിയുടെ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ. രാത്രിയാമങ്ങളിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ.
മാസത്തിൽ ഒരിക്കലെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ സഭയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പണ്ടൊരു കാലത്ത് നമ്മളുടെ വിശ്വാസത്തിൽ വന്ന പിതാക്കന്മാർ രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച വാച്ച് നൈറ്റ് പ്രേയേഴ്സ് എന്ന് ചരിത്രമായി മാത്രം പലർക്കും അറിയാം. രാത്രിയിൽ വാച്ച് നൈറ്റ് പ്രേയേഴ്സ്, ഹോൾ നൈറ്റ് പ്രേയേഴ്സ് പ്രാർത്ഥിച്ച ഒരു തലമുറയുടെ ഫലം ഇന്നും അനുഭവിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ പറയട്ടെ, രാത്രിയാമങ്ങളിൽ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ചിലർ തയ്യാറായെങ്കിൽ ജീവിതത്തിന് അനുഭവങ്ങൾ മാറുവാൻ പോകുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട് പാസ്റ്ററെ, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. കാര്യമൊക്കെ ശരിയാണ്. എങ്കിലും രാത്രിയാമങ്ങളിൽ അവൻ്റെ പ്രാകാരങ്ങളിൽ, അവൻ്റെ ആലയത്തിൽ, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ജീവിതത്തിൽ അനുഭവങ്ങൾ മാറിയിരിക്കും. ഇന്ന് ചിലർ തീരുമാനമെടുക്കണം, കർത്താവേ, എൻ്റെ ആലയത്തിൽ ഞാൻ രാത്രിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സഭാരാധന നടക്കുന്ന സ്ഥലത്ത്, ഇല്ലെങ്കിൽ പ്രയർ ടവറിൽ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന ദൈവജനം ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ രാത്രിയിൽ വന്ന് പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിക്കുന്ന ചിലരുണ്ടോ? ചില വഴികൾ മാറുവാൻ പോകുകയാണ്. ചില യു ടേൺ എടുക്കുന്നത് പോലെ, ഉയരത്തിലേക്ക് പോകുന്നത് പോലെ ചില ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. എപ്പോൾ? രാത്രിയാമങ്ങളിൽ ഇതാ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ. വായിച്ചാട്ടെ രണ്ടാമത്തെ വാക്യം. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തി. വിശുദ്ധ മന്ദിരത്തിലേക്ക് കരങ്ങൾ ഉയർത്തി. വിശുദ്ധ മന്ദിരത്തിലേക്ക് കരങ്ങൾ ഉയർത്തി. എന്തിനാ കരം ഉയർത്തുന്നത്? ദൈവത്തോട് ചോദ്യം ചോദിക്കരുത്, മറുപടിക്ക് വേണ്ടി കാത്തിരിക്കല്ല. വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. ചില വൻ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ബോഡി പോസ്ചറിന് അതിന്റെ സ്ഥാനമുണ്ട്. തുടർന്ന് വായിച്ചാട്ടെ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയാമത്തിൽ വിശുദ്ധ സ്ഥലത്തിൽ, വിശുദ്ധ മന്ദിരത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ സിയോനിൽ നിന്നും ദൈവം ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്തിരിക്കും. പലരുടെയും അനുഗ്രഹങ്ങൾ ബ്ലോക്കായി കിടക്കുന്നത് ഈ ദിവസങ്ങൾ റിലീസാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുസരണത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ചിലതിനു വേണ്ടി ദൈവം വലിയ വാതിലുകൾ, വലിയ വഴികൾ തുറക്കുവാൻ പോകുന്നു. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാലും. ചില തീരുമാനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയരണം. ലെറ്റ് മീ ക്വിക്ലി കം. ഈ സ്പിരിച്വൽ ഡൈനാമിക്സ്, ഓ മൈ ഗുഡ്നസ്, സമയം പെട്ടെന്ന് പോകുന്നു. ആ സ്പിരിച്വൽ ഡൈനാമിക്സ് പെട്ടെന്ന് തൊട്ടിട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ ഞാൻ പറയുവാൻ പോകുന്നത് ഇസ്രായേലിനെ ദൈവം നടത്തിയ സൂപ്പർനാച്ചുറൽ, അസാധാരണമായ ആത്മയുദ്ധത്തിന്റെ ചില തലങ്ങൾ. ഇവിടെ പരാജയത്തിന്റെ ഒരു തലമാണ്. ഹായ് പട്ടണത്തിന് വിരോധമായി യുദ്ധം ചെയ്തപ്പോൾ വന്ന പരാജയത്തിന്റെ ഒരു തലം പെട്ടെന്ന് വായിക്കാമല്ലോ. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന അവനോട്, ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ 6 ലക്ഷം കുടുംബങ്ങളുള്ള ഇസ്രായേൽ ജനത്തിൽ നിന്നും ഇതാ 3000 പേർ മാത്രമേ പോയുള്ളൂ. എങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത, നമുക്കത് യുക്തിപരമായി ചിന്തിച്ചാൽ ഒരിക്കലും മനസ്സിലാകുകയില്ല. കാര്യം നമ്മൾ മാനുഷികമായി ചിന്തിക്കും, നമ്മളുടെ പശ്ചാത്തലത്തിനനുസരിച്ച് ചിന്തിക്കും. എങ്കിലും 6 ലക്ഷം കുടുംബങ്ങളുള്ള ഇവിടെ നിന്ന് 3000 പേരോളം അവിടെ ചെന്നു. അവിടെ നിന്ന് തിരിച്ചോടി വരുമ്പോൾ 36 പേര്. തിങ്ക് അബൌട്ട് ഇറ്റ്. 6 ലക്ഷം കുടുംബങ്ങളിൽ 36 പേര് യുദ്ധത്തിൽ പട്ടുപോയി. ജോഷുവ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. വൈ ദിസ്? കാര്യം ഞങ്ങളുടെ യുദ്ധങ്ങളിൽ ഇങ്ങനല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ പോയാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, തലയിൽ നിന്ന് ഒരു മുടിനാര് നിലത്തു വീഴണമെങ്കിൽ ദൈവം അറിയാതെ സാധിക്കുകയില്ല. കർത്താവെ, ഹായ് പട്ടണത്തിൻ്റെ മുൻപിൽ 36 പേര് പോയി. ഇന്നത്തെ പട്ടാളക്കാരായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഒന്നും സാരമില്ല, നമ്മൾക്ക് 6 ലക്ഷം കുടുംബങ്ങളിൽ 36 പേരെ പോയിട്ടുള്ളൂ. അവർക്ക് ആവശ്യമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയോ സെറ്റിൽ ചെയ്യുമെങ്കിലും ഇവിടെ പറഞ്ഞു ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. 36 പേര് പോയെന്നോ, വി ജസ്റ്റ് കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. കാര്യം ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത യുദ്ധങ്ങൾ എപ്പോഴും സൂപ്പർനാച്ചുറൽ ആയിരുന്നു, മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായിരുന്നു. ഒറ്റയാൾ പോലും പോകാതെ ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിച്ചു. വായിക്കാം, അടുത്തൊരു ഭാഗം വായിക്കുമ്പോൾ അല്പം കൂടെ ഓൾ ദീസ് വാർസ്, ഈ യുദ്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ ചില ആശയങ്ങൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ചരിത്ര പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ളൂ. വായിച്ചാട്ട് 1 ശമൂവേൽ 14-ാം അധ്യായം 13 മുതൽ 16 വരെ യോനാഥാൻ യുദ്ധത്തിന് പോകുന്ന ആ രംഗം പറയുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്ത് ജയിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. 1 ശമൂവേൽ 14:13-16. അങ്ങനെ യോനാഥാനും അവൻ്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ച് കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവൻ്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നു. എന്തുവാണ് സംഭവിച്ചത്? ഫിസിക്കലി, ലിറ്ററലി യോനാഥാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തൻ്റെ മുൻപിൽ ആൾക്കാർ നിലത്തു വീഴുകയാണ്.
വെട്ടേറ്റ് നിലത്ത് വീഴുന്നതല്ല. ലിസൺ ടു മീ, തിങ്ക് അബൌട്ട് ഇറ്റ്. താൻ കുന്തം വെച്ച് വാൾ വെച്ച് വെട്ടി ജനം നിലത്ത് വീഴുമ്പോൾ അവരെ വെട്ടുകയല്ല. നോ, ലിസൺ. യോനാഥാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ മുൻപിൽ ഇവർ നിലത്ത് വീഴുകയാണ്. അവന്റെ മുൻപിൽ നിലത്ത് വീഴുമ്പോൾ ഹി ജസ്റ്റ് പ്രൊസീഡ്സ്. തന്റെ പിൻപിൽ വരുന്ന ആയുധവാഹകൻ അവരെ വെട്ടുകയും, പക്ഷേ താൻ മുൻപോട്ട് പോകുമ്പോൾ തന്റെ കയ്യിൽ ആയുധമുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, എങ്കിലും ആയുധത്താലല്ല തന്റെ മുൻപിൽ ജനം വീഴുവാനിടയായി തീർന്നു. അങ്ങനെ പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കാര്യം സകല യുദ്ധങ്ങളും സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. സൂപ്പർ നാച്ചുറൽ അല്ലാതെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാത്ത ഏതെങ്കിലും ഒരു യുദ്ധമുണ്ടെങ്കിൽ ഇസ്രായേലിന് ജയിക്കുവാൻ സാധിക്കുകയില്ല. കാര്യം അടിമകളായി വന്ന ഒരു കൂട്ടം ആൾക്കാർ, യുദ്ധാഭ്യാസമില്ലാത്ത ഒരു കൂട്ടം അടിമകൾ, അവർ വരുന്നതോ വൻ സൈന്യങ്ങൾക്കും രാക്ഷസന്മാർക്കും അമാലേക്കിനെ പോലുള്ള ശക്തികളുടെ മുൻപിലാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി യുദ്ധം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ദൈവജനത്തിന് ജയിക്കുവാൻ സാധിക്കുകയില്ല എന്നറിയാവുന്ന ദൈവം പറഞ്ഞു, ഞാൻ എന്റെ സൈന്യത്തെ മുൻപിൽ അയക്കാം. ഇന്നും സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ചിലതിനെ നോക്കി പറയുകയാണ്, അനുസരിച്ചാൽ, ആത്മതലത്തിലേക്കൊന്ന് മാറിയാൽ, നിന്റെ പരിശ്രമത്തിൽ ആശ്രയിക്കാതെ എന്നെ സ്തുതിക്കുവാൻ, എന്നെ അനുസരിക്കുവാൻ, ആത്മാവിന്റെ തലത്തിലേക്ക് ആത്മാവിന്റെ കാഴ്ചപ്പാടോടുകൂടെ ചിലത് മാറിയാൽ നിനക്ക് സാധിക്കാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് വരട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ നമ്പർ 14, 14-ാം അധ്യായം 13 മുതൽ 17 വരെ. പഴയ നിയമത്തിൽ നടന്ന യുദ്ധങ്ങളിൽ നടന്ന ചില ആത്മീയ തലങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഇന്നത്തെ മെസ്സേജിലേക്ക് മടങ്ങി വരട്ടെ. ഫസ്റ്റ് ക്രോണിക്കിൾസ് 14:13-17. ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു. ദാവീദ് പിന്നെയും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട്, അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടുതിരിഞ്ഞ് ബാഖ വൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക. ബാഖ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക. ഫെലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നരുളി ചെയ്തു. മതി, താങ്ക് യു. ബാക്കി വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇതാ ഫെലിസ്ത്യർ വീണ്ടും വന്നു. ആദ്യം ഒരു പ്രാവശ്യം വന്നായിരുന്നു. അതിന് 2-3 വാക്യങ്ങൾ മുൻപ് വായിക്കുമ്പോൾ, വായിക്കുന്നില്ല, ഭവനങ്ങളിൽ പോയി വായിച്ചാൽ മതി. ഫെലിസ്ത്യർ വന്നു, നിറഞ്ഞു. ദൈവത്തോട് ചോദിച്ചു, ആലോചന ചോദിച്ചു. ദൈവം ഒരു സ്ട്രാറ്റജി കൊടുത്തു. അതനുസരിച്ച് ഇതാ ദാവീദും തന്റെ സൈന്യവും മുന്നേറി. അവർ പരാജയപ്പെട്ടു. ഫിലിസ്ത്യർ പരാജയപ്പെട്ടു, മടങ്ങിപ്പോയി. വീണ്ടും താഴ്വര മുഴുവൻ നിറയ്ക്കുന്നത് പോലെ ഫിലിസ്ത്യർ അവരുടെ സൈന്യവുമായി കടന്നു വന്നു. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അങ്ങനെ പോയി ചെയ്തേക്കാം. നോ, വീണ്ടും ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല സ്ട്രാറ്റജി, പറഞ്ഞു തരാം എന്ത് വേണമെന്ന്. നീ മൽബറി ഇല്ലെങ്കിൽ ബാഖാവൃക്ഷങ്ങളുടെ ചുവട്ടിൽ പോയി ഇരിക്കണം, കാത്തിരിക്കാനോ. കർത്താവെ, സൈന്യത്തോടെ, പടയോടുകൂടെ, വാളോടുകൂടെ, കുതിരകളോടുകൂടെ, രഥങ്ങളോടുകൂടെ വരുന്ന സൈന്യത്തിന് മുൻപിൽ ഞങ്ങൾ മൽബറി വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി കുത്തിയിരിക്കാനോ, വിഡ്ഢികളെ പോലെ കുത്തിയിരിക്കുവാനോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിരിക്കുക. കാര്യം മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ നിനക്ക് തരും. മൽബറി വൃക്ഷങ്ങളുടെ, ബാഖാവൃക്ഷങ്ങളുടെ മുകളിൽ കൂടെ, അതിൻ്റെ ആ മേളിൽ കൂടെ നടക്കുന്ന ഒരു സൈന്യത്തിൻ്റെ ശബ്ദം നീ കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇതുവരെ പോരാടിയ എൻ്റെ സൈന്യത്തിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവനല്ലോ നീ പുറകെ പോയി, ഞാൻ സൈന്യത്തെ തോൽപ്പിക്കാം, നിന്റെ കയ്യിൽ ജയം വന്നിരിക്കും. ഇന്ന് പകൽക്കാലം ചിലരോട് പറയട്ടെ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ചിലർ തയ്യാറായെങ്കിൽ ബിസിനസ്സിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ഭാവിയുടെ വിഷയത്തിൽ ഒക്കെയും ഒരിക്കലും നേരിടുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വൻകിട പ്രശ്നങ്ങളെ നിന്റെ മുൻപിൽ ദൈവം തന്റെ സൈന്യത്തെ അയച്ച് നിന്റെ മുൻപിൽ ഒരിക്കലും അതിന് നിൽക്കുവാൻ കഴിയാത്തതുപോലെ അതിനെ വെട്ടിവീഴ്ത്തുന്ന ദൈവത്തിന്റെ ദൂതന്മാർ മുൻപിൽ പോകുകയും കരങ്ങളിൽ ജയം വരികയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, കരങ്ങൾ തട്ടുവാൻ, കരങ്ങൾ ഉയർന്നിരിക്കുവാൻ, ഹല്ലേലൂയയുടെ ശബ്ദം ഉയരുവാൻ, ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ചിലത് ഏൽപ്പിക്കുവാൻ, ആലോചനകൾ ചോദിക്കുവാൻ ചില തയ്യാറാകട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറുവാൻ പോകുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, അമാലേക്കിന്റെ സൈന്യത്തെ മാനുഷികമായി ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. എങ്കിലും നിന്റെ ശരീരത്തെ ഞാൻ പറയുന്നത് പോലെ ക്രമീകരിക്കുക. ജനം, ആ അമാലേക്കിന്റെ സൈന്യം നിന്റെ മുൻപിൽ വീണിരിക്കും നിശ്ചയം എന്ന് ഞാൻ ചോദിക്കട്ടെ. മന്ത്രവാദത്തിന്റെ ശക്തികൾ, ആഭിചാരത്തിന്റെ ശക്തികൾ, വൻ പ്രതികൂലങ്ങൾ, കൊടുങ്കാറ്റുകൾ സഭയ്ക്ക് വിരോധമായി, ജനത്തിന് വിരോധമായി, ദേശത്തിന് വിരോധമായി ഉയരുമ്പോൾ സ്വന്തം വാളിൽ, സ്വന്തം കരത്തിന്റെ ബലത്തിൽ, സ്വന്തം തന്ത്രത്തിൽ, സ്വന്തമായിട്ട് മെനഞ്ഞുണ്ടാക്കുന്ന ആലോചനകളിൽ, ആശയങ്ങളിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയട്ടെ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ആലോചന ചോദിക്കുക. കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ മന്ദിരത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക.
നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആ ശത്രുവിനെ തകർക്കുവാൻ ഇന്നും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എങ്കിലും അതിന് ഒരു സ്തുതിയുടെ മേലാടെ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലതിൻ്റെ മേൽ ആ സ്തുതിയുടെ മേലാടെ ഒന്ന് വരുവാൻ പോകുകയാണ്. ഇന്ന് ചിലതിൻ്റെ മേൽ ആ സ്തുതിയുടെ മേലാടെ ഒന്ന് വരുവാൻ പോകുകയാണ്. ആ സ്തുതിയുടെ മേലാട്, ദ ഗാർമെന്റ് ഓഫ് പ്രൈസ്, ആ സ്തുതിയുടെ മേലാട് ചിലതിൻ്റെ മേൽ വന്നെങ്കിൽ കരം ഉയർത്തുന്നതിന് അർത്ഥമുണ്ട്. ആ സ്തുതിയുടെ മേലാട് ചിലതിൻ്റെ മേൽ വന്നെങ്കിൽ കരം തട്ടുന്നതിനൊരു അർത്ഥമുണ്ട്. ആ സ്തുതിയുടെ മേലാട് ചിലതിൻ്റെ മേൽ വന്നെങ്കിൽ ഹല്ലേലൂയയുടെ മുൻപിൽ പിശാച് ഒതുങ്ങിപ്പോകും. ആ ഹല്ലേലൂയയുടെ മുൻപിൽ പിശാച് ചുരുങ്ങിപ്പോകും. ആ ഹല്ലേലൂയയുടെ മുൻപിൽ പിശാച് പാരലൈസ് ആയി പോകും. സ്തുതിയുടെ മേലാട് ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വരികയാൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഭവനങ്ങളുടെ അകത്ത്, ആലയത്തിന്റെ അകത്ത് ശ്രദ്ധിക്കുന്നവരുടെ മേൽ ഒരു ആത്മശക്തിയുടെ പകർച്ച, ഒരു സ്തുതിയുടെ മേലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര ശബ്ദം ഉയർത്തിയാലും ഒരു പക്ഷേ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉയരുന്ന ശബ്ദത്തെക്കാളധികം ഇതിൻ്റെ അകത്ത് ശബ്ദം ഉയർന്നു എന്ന് വരികയില്ല. എങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉയരുന്ന ശബ്ദത്തിന് അതിൻ്റെ പരിമിതികളുള്ളപ്പോൾ നമ്മളുടെ ശബ്ദത്തിന് യെരിഹോ മതിലുകളെ തകർക്കുവാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് ശബ്ദം ഉയർത്തിക്കോ. ചിലതിൻ്റെ ശബ്ദത്തിന്റെ മുൻപിൽ, ചിലതിൻ്റെ കരത്തിന്റെ മുൻപിൽ ഉയർന്നിരിക്കുന്ന യെരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴട്ടെ. ഒറ്റ വ്യക്തിയുടെ ശബ്ദമായിരിക്കും, എങ്കിലും ഒരുവൻ 1000-ത്തെയും 10,000-ത്തെയും ഓടിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഇന്ന് ആഗോള വ്യാപകമായി വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ ശബ്ദം, അവരുടെ കരങ്ങൾ, അവരുടെ സ്തുതികൾ, സ്തുതിയുടെ മേലാണ് ഉള്ള ചിലർ ഇന്ന് ആ ശബ്ദം ഉയർത്തുമ്പോൾ ഇതാ യെരിഹോ മതിലുകൾ തകർന്നു വീഴുകയാണ്. ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ചിതറി മാറുകയാണ്. പരിഹാസത്തിന്റെ ശബ്ദം മുഴക്കുന്ന ശത്രുവേ ഇതാ മാന്യതയോടെ കട്ടുമൊത്തിന്റെ കൊമ്പുകൾ ഉയർത്തുന്നത് പോലെ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതികളെ മാറ്റുകയാണ്. ദൈവം തന്റെ ജനത്തെ ഉയർത്തുകയാണ്. സ്തുതിച്ചോ, ആരാധിച്ചോ, ആരാധിച്ചോ. ആ മേലാണ് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞു, ചിലതിന്റെ മേൽ വന്നു കഴിഞ്ഞു. As you lift up your voice, ആ ശബ്ദം ഉയരുമ്പോൾ വാതിലുകൾ തുറന്നു വരും. ആ ശബ്ദം ഉയരുമ്പോൾ ചില മതിലുകൾ ഇടിഞ്ഞു വീഴും. മരുഭൂമിയിൽ ഒരു വാതിൽ, മരുഭൂമിയിൽ ഒരു പെരുവഴി, highway in the desert. Oh Lord, hallelujah. ചിലതിന്റെ മേൽ ആ സ്തുതിയുടെ മേലാട് ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ സ്തുതി എന്ന മേലാട് ഇട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ചിലർ ഭവനങ്ങളിൽ ഒറ്റയ്ക്ക് കരമുയർത്തുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത ചിലത് സംഭവിച്ചിരിക്കും. ഇതുവരെ ഇല്ലാത്തതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വന്നിരിക്കും. ഇതുവരെ ഇല്ലാത്തതുപോലെ രോഗശക്തികളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ, കാലാവസ്ഥകളുടെ മേൽ, നിയമകോടതികളുടെ മേലും നിയമങ്ങളുടെ മേലും അതിന്റെ കുരുക്കുകളുടെ മേൽ ഒരധികാരം പ്രാപിച്ച ചിലർ തകർത്ത മുന്നേറ്റത്തിനായി സ്തുതി എന്ന മേലാണ് അതിന്റെ വെളിപ്പാടുകൾ, അതിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് ചിലതിനെ ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. Hallelujah, hallelujah. You'll never be the same again. കഴിഞ്ഞതുപോലെ, കഴിഞ്ഞ കാലങ്ങളിലെ പോലെ നിങ്ങൾ മുൻപോട്ട് പോകുകയില്ല. ഏതോ ആത്മധൈര്യമകത്ത് വന്നിരിക്കും. ഏതോ ഒരു വെളിച്ചം നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. ഏതോ ഒരു ജയത്തിന്റെ ഒരു വലിയ മുന്നോടി നിങ്ങളുടെ മുൻപിൽ ഇതാ വന്നു കഴിഞ്ഞു. There is a forerunner of victory. Fast forward to your victory. ജയത്തിലേക്ക് കുതിച്ചു ചാടുക. Lord, hallelujah. So, അനുസരണത്തിന് അതിൻ്റെ സ്ഥാനമുണ്ട്. രക്ഷിക്കപ്പെടുവാൻ ദൈവാത്മാവ് അവസരം തരുമ്പോൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. സ്നാനപ്പെടുവാൻ ദൈവം അവസരം തരുമ്പോൾ അതിനുവേണ്ടി എത്രയും വേഗം സ്റ്റെപ്പ് എടുത്തോണം. ഉത്സാഹത്തോടെ ദൈവത്തെ സേവിക്കുമ്പോൾ മടിയോടുകൂടെ അല്ല. അല്പമങ്ങാനും പിന്മാറ്റമുണ്ടെങ്കിൽ ഇന്ന് ചിലർ സൗഖ്യത്തിലേക്ക് ദൈവം നടത്തുകയാണ്. പിന്മാറ്റത്തിൽ നിന്നും ദൈവം ചിലതിനെ സൗഖ്യത്തിലേക്ക് നടത്തുകയാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ചിലർ തീരുമാനിച്ചു കൊള്ളണം. കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുവാൻ ചിലർ തീരുമാനിച്ചു കൊള്ളണം. മുന്നോട്ട് പോകുവാൻ ചിലർ തീരുമാനിച്ചു കൊള്ളണം. പറയട്ടെ, ചിലർക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പോകുകയാണ്. സോ ഈ സ്തുതിയുടെ മേലാടെ ഇട്ടുകൊണ്ട് let me come again to the dynamics of moving into the courts. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ how do we go? എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്? ഒരു പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുവാൻ
യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് വാക്ക് ഇൻ ടു ഹിസ് പ്രസൻസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഏത് സമയവും ചോദിക്കുവാൻ അവകാശമുണ്ട്. ജസ്റ്റ് ആസ്ക്, കർത്താവേ എനിക്കിന്നത് ആവശ്യമുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കും. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കും. നിങ്ങൾ ചോദിക്കാത്തതും കൊണ്ട് നിങ്ങൾ പ്രാപിക്കുന്നില്ല, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എങ്കിലും അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ, നമ്മളിപ്പോൾ ചിന്തിച്ച മോശയുടെ ചരിത്രം, ഹായ് പട്ടണത്തിലെ ചരിത്രം, അതുപോലെ യോനാഥാൻ്റെ ചരിത്രം, ദാവീദ് രാജാവിൻ്റെ ചരിത്രം, ഇതൊക്കെ എടുത്താൽ, മറ്റ് പല ഭാഗങ്ങൾ എടുത്താൽ, പിതാവിനോട് ചോദിക്കുന്നത് പോലെ അന്നന്നത്തേക്കുള്ള മന്നായ്ക്ക് വേണ്ടി അവർ ചോദിച്ചു, ദൈവം അവർക്ക് കൊടുത്തു. ജസ്റ്റ് ആസ്ക്, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ആത്മയുദ്ധത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ, ശരീരത്തിൽ പോലും ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതെ വന്നാൽ പലപ്പോഴും ആത്മയുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് സ്നാനം മുതൽ വിശുദ്ധ ജീവിതം വരെ. പ്രത്യേകിച്ച് ഇന്നത്തെ പശ്ചാത്തലത്തിൽ പറയട്ടെ, ഫാസ്റ്റിംഗ്, ഉപവാസം, അതിന് വലിയ സ്ഥാനമുണ്ട്. Again, in a quick minute I'll come there. അതിനു മുൻപേ 100-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, Psalm 100 and verse number 4. 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കോട്ട്സ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ കടക്കാം എന്നും കാണുവാൻ സാധിക്കും. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും, അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. Enter into his courts, courts, courts with praise. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടെ കയറുക. സോ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലായിരിക്കുന്നത്. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, ചിലർ ഈ നിമിഷം ഇവിടെ ശാരീരികമായി ഈ ഹാളിൻ്റെ അകത്താണെങ്കിലും ആത്മതലങ്ങളിൽ ചിലർ സ്വർഗസ്ഥലങ്ങളിലായിരിക്കുന്നത്. മറ്റു ചിലർ ഇതേ കൂട്ടത്തിലിരിക്കുന്നെങ്കിലും അവർ ഇരിക്കുന്ന കസേരയിൽ അവരുടെ ശരീരം, അവരുടെ മനസ്സും, അവരുടെ ആത്മാവും എല്ലാം ഇവിടെ തന്നെയാണ്. കാര്യം അവർക്ക് ആലയത്തിൽ ജനത്തിൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളൊരു സത്യമാണെങ്കിലും ആത്മാവിൽ അവർ സ്വർഗസ്ഥലങ്ങളിലല്ല. ഇവിടെ പറയുകയാണ്, എൻ്റർ ഇൻടു ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ്ഗിവിംഗ്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ കടക്കണം. മറ്റൊരു ഭാഷയിൽ സ്തോത്രഗീതങ്ങൾ പാടുമ്പോൾ, കർത്താവിന് കരമുയർത്തിയൊരു സ്തോത്രം പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും ആ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയർന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വാതിലുകളിൽ കൂടെ ദൈവസന്നിധിയിലേക്ക് കടത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാതിലുകൾ, ഇവിടുള്ള വാതിലുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്വർഗത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുമ്പോൾ, യേശു എന്ന വാതിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന യേശുവിൽ കൂടെ ആ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഓരോ ദിവസവും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വരണം. ഗേറ്റിൻ്റെ അകത്തേക്ക് കടക്കുന്നത് സ്തോത്രത്തിൻ്റെ ശബ്ദത്തോടു കൂടിയാണ്. ഇതിൻ്റെ അകത്ത് വന്ന് സ്തോത്രഗീതം പാടുക നീ മനമേ എന്നിവിടെ പാടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചിലർ ആ വാതിലുകൾക്ക് അകത്തോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രഗീതം പാടുമ്പോൾ കരമുയർത്തി കർത്താവേ നന്ദി എന്ന് പറയുമ്പോൾ വസ്ത്രത്തിനായി, ആഹാരത്തിനായി, കാവലിനായി, ആത്മീയ അനുഭവങ്ങൾക്കായി, പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷത്തിനായി, നിത്യജീവനായി, ആ സകല പ്രത്യാശയ്ക്കുമായി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ എന്ന് ശബ്ദമുയർത്തി, കരമുയർത്തി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ദൈവത്തിന്റെ വാതിലുകളിലേക്ക് കടക്കുകയാണ്. അടുത്തത് എൻ്റർ ഇൻടു ഹിസ് കോർട്ട്സ്. തൻ്റെ പ്രാകാരങ്ങളിൽ, രാജാവിരിക്കുന്ന സിംഹാസനത്തിൻ്റെ മുൻപിൽ, ന്യായാധിപതി ഇരിക്കുന്ന, ആ ജഡ്ജി ഇരിക്കുന്ന ന്യായാസനത്തിൻ്റെ മുൻപിൽ കടക്കണമോ? ആൾക്കാരുടെ കൂട്ടത്തിലിരുന്നത് കൊണ്ട് അവിടെ എത്തിയില്ല എങ്കിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുമ്പോൾ, അതൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കൈയടിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറയുന്നതൊക്കെ കാര്യമാണ്, പക്ഷേ കൈയൊന്നും ഉയർത്താനൊന്നും പറ്റത്തില്ല, എനിക്കൊരു ഉറക്കെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാരമില്ല, അവിടെ ഇരുന്നോ. കരമുയർത്തുന്ന ചിലരുണ്ട്, കരം തട്ടുന്ന ചിലരുണ്ട്, ഉറക്കെ സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ചിലരുണ്ട്. അവർ പ്രാകാരങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ രക്തത്താൽ, യേശുവിന്റെ നാമത്താൽ ഇന്ന് പകൽക്കാലം കടക്കുമ്പോൾ ഞാൻ ചിലരോട് ആഹ്വാനിക്കട്ടെ, സ്തോത്രത്തിന്റെ ശബ്ദത്തോടെ, സ്തുതിയുടെ ശബ്ദത്തോടെ, സ്തുതിയുടെ മേലാടയോടുകൂടെ ഇന്ന് ദൈവത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് കടക്കുവാൻ, ചില നേരുള്ള വിധികൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ, നീതിയുള്ള വിധികൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ, ചില അവസ്ഥകൾ മാറുവാൻ ഇന്ന് പകൽക്കാലം സ്തോത്രത്തോടെ, സ്തുതിയോടെ പ്രാകാരങ്ങളിലേക്ക് കടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലതിന്റെ മേൽ ഇന്ന് സ്തുതി എന്ന മേലാട ഒന്ന് പകരട്ടെ. ഒരു വശത്ത് ആ ബോഡി പോസ്ചർ, ആ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരത്തിൻ്റെ ആ രീതികൾക്ക് വലിയ സ്ഥാനമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്നുകൂടെ പറയാം, കരം ഉയർത്താതെ മോശെ അമാലേക്യർ വീഴുകയില്ല. മോശയുടെ കരം ഉയർന്നിരുന്നാൽ ആ കരത്തിൻ്റെ ഉയർന്നിരിക്കുന്ന അനുസരണത്തിൻ്റെയും സ്തുതിയുടെയും ആ ബോഡി പോസ്ചറുടെ പിൻപിൽ ഇതാ ദൂതന്മാർ ഇറങ്ങി ജോഷുവയുടെ കയ്യിൽ അമാലേക്യരെ ഒതുക്കിക്കളയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കും. അതേസമയം കരം വെറുതെ ഉയർത്തിയാൽ ഒന്നും നടക്കത്തുമില്ല. അത് വെറും
വ്യർത്ഥമായ ഒരു ആക്ഷൻ മാത്രമാണ്. സ്തുതി എന്ന മേലാട വന്നു കഴിഞ്ഞാൽ കരമുയർത്തിയാൽ ചിലതൊക്കെ സംഭവിക്കും. ഇന്ന് ഞാൻ അഗാൻ ആവർത്തിച്ച് പറയട്ടെ, ചിലതിൻ്റെ മേൽ സ്തുതിയുടെ മേലാട വന്നു കഴിഞ്ഞു. Whether you know it or not, അത് റെക്കഗ്നൈസ് ചെയ്താലും ഇല്ലെങ്കിലും ഇന്ന് ദൈവദാസൻ എന്ന പദവിയിൽ പ്രാർത്ഥിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുകയാൽ പറയട്ടെ, ദൈവാത്മാവിൽ പറയട്ടെ, നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ചിലതിൻ്റെ മേൽ സ്തുതിയുടെ മേലാട വന്നു കഴിഞ്ഞു. നിങ്ങൾ കരമുയർത്തിയാൽ ഇതുവരെ അസാധ്യമായിരുന്ന ചിലത് നിങ്ങളുടെ മുൻപിൽ തുറന്നു വരത്തക്കതുപോലെ യേശുവിൻ്റെ നാമത്തിൽ അത് മനസ്സോടെ സ്വീകരിക്കുന്ന, അത് ഉന്മേഷത്തോടെ സ്വീകരിക്കുന്ന, അത് പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്ന, അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ചിലതിൻ്റെ മേൽ ആ സ്തുതി എന്ന മേലാണ് ഇന്ന് വന്നു കഴിഞ്ഞു. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. യെരുശലേമിൽ നിന്നും യെരിഹോയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ പോലെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാതെ യെരുശലേമിൽ ആരാധനയുടെ സ്ഥലത്ത് നിലനിൽക്ക്. അവിടെ നിന്ന് യെരിഹോയിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവർ ചെയ്യാൻ പോകുന്നത് ആദ്യമേ നിന്റെ സ്തുതി എന്ന മേലാടെ അങ്ങ് വലിച്ചൂരും. അവർ നിന്നെ വസ്ത്രമുരിഞ്ഞ്, പിന്നെ നീ എത്ര കൈപൊക്കിയാലും കൈ മാത്രമേ പൊങ്ങത്തുള്ളൂ, മറുപടി വരത്തില്ല. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ യെരുശലേമിൽ പാർക്കുന്ന ചിലരുണ്ടെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ചിലരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾ അത് സൂക്ഷിക്കുന്ന ചിലരുണ്ടെങ്കിൽ, കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ നടന്നിട്ടും അവരെ പോലെ ആകാതെ പകരം യെരുശലേമിൽ പാർക്കുന്ന ചിലരുണ്ടെങ്കിൽ, ബിസിനസ്സിൽ പോകുമ്പോൾ മറ്റുള്ള ബിസിനസ്സുകാരെ പോലെ മദ്യപാനിച്ച് ഇല്ലെങ്കിൽ മദ്യം കഴിച്ചും അങ്ങനെ വ്യത്യസ്തമായ ജീവിത ശൈലിയിൽ പോകാതെ യെരുശലേമിൽ തന്നെ പാർക്കുന്നവർ, ആരാധനയിൽ തന്നെ പാർക്കുന്നവരുണ്ടെങ്കിൽ, യെരിഹോയിലേക്ക് പോകാതെ സൂക്ഷിക്കുന്ന ചിലരുണ്ടെങ്കിൽ, നീ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയില്ല. നിന്റെ സ്തുതി എന്ന മേലാണ് ഒരു കള്ളനും എടുത്തു മാറ്റുകയും. സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പോകുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, ഭവനത്തിലായിരിക്കുന്നവർ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് പകൽക്കാലം ചിലർ പറയണം, ഞാൻ യെരുശലേമിൽ തന്നെ വസിക്കും. യെരിഹോയിലേക്ക് ഇറങ്ങിപ്പോയി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് എൻ്റെ മേലട വലിച്ചുരിഞ്ഞു കളയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്തുതി എന്ന മേലട ചിലരുടെ മേൽ വന്നെങ്കിൽ അത് വിലമുടക്കി സൂക്ഷിച്ചോ, ജീവിതത്തിൽ അതിനേക്കാൾ വലുതൊന്നില്ല. ഹല്ലേലൂയ. ഓൾറൈറ്റ്, പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. സോ പ്രാകാരങ്ങളിൽ കടന്നു വന്നാൽ ആ സ്തുതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചില വിധികൾ, ചില യുദ്ധത്തിൻ്റെ ജയങ്ങൾ ദൈവം നമ്മൾക്ക് തന്നിരിക്കും. സോ ആ പ്രാകാരത്തിലേക്ക് കടക്കുവാൻ സ്തുതിയും സ്തോത്രത്തിനും വലിയ സ്ഥാനമുണ്ടെങ്കിലും അല്പം കൂടെ കടന്നു പറയട്ടെ, ഉപവാസത്തിന് വലിയ സ്ഥാനമുണ്ട്. 40 ദിവസത്തെ ഉപവാസം വരികയാണ്. ആരോഗ്യത്തിൻ്റെയും സകല പരിമിതികൾക്കും അപ്പുറം ചിലർ തീരുമാനിക്കണം, കർത്താവേ ഒരു നേരമെങ്കിലും ഞാൻ ഫാസ്റ്റ് ചെയ്തിരിക്കും. എനിക്കറിയാം ചിലർ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുന്നവർ പല പരിമിതികൾ നിമിത്തം ഉണ്ടായിരിക്കും. ഇവിടെ മാത്രമല്ല, ആഗോള വ്യാപകമായി വെബ്കാസ്റ്റിൽ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നവർ, എല്ലാ സെഷൻസും വെബ്കാസ്റ്റിൽ കൂടെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ സെഷൻസിൽ എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ബ്രദർ ഏബിൾ, ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഓൾ ദ ഡേയ്സ് ഓരോ സെഷനും ഓൺലൈൻ. നമ്മുടെ ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ പാതിരാത്രിയാണ്, അവിടെ വെളുപ്പിനെ സമയമാണ്. ഓരോ സെഷനും കൂടിരുന്ന് അറ്റൻഡ് ചെയ്ത പലരുമുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതുപോലെ വില മുടക്കുന്നവരുള്ളപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്നവരോട് പറയട്ടെ, നാളെ കണക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ കരങ്ങൾ ബലഹീനമായി പോകരുത്, നമ്മളുടെ മുഖം നിന്ദിക്കപ്പെടരുത്. അതുകൊണ്ട് വില മുടക്കി ഉപവസിക്കുവാൻ ചിലർ തീരുമാനിക്കണം. കാര്യം, ഉപവസിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആത്മതലത്തിൽ, നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ മനസ്സിൽ ചില ചലനങ്ങളുണ്ടാകും. ശരീരത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അധികം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ശരീരത്തിൽ ചില ചലനങ്ങളുണ്ടാകും. ഉപവാസം എന്നാൽ എന്ത്? വരുന്ന ആഴ്ചയിൽ ഉപവാസത്തെക്കുറിച്ച് അടുത്തൊരു ഡെപ്തിലേക്ക് ഇറങ്ങി പറയുവാൻ ആഗ്രഹിക്കുന്നു. 9 തരത്തിലുള്ള ഉപവാസങ്ങൾ ബൈബിളിൽ പഠിപ്പിക്കുന്ന എസ്തർ ഫാസ്റ്റ്, ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഡ്രൈ ഫാസ്റ്റ്, വെള്ളം പോലും കുടിക്കാതുള്ള ഉപവാസം മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ഫാസ്റ്റിങ്സ്, ഡിസൈപ്പിൾസ് ഫാസ്റ്റ്, അതിനെക്കുറിച്ച് വരുന്ന ഞായറാഴ്ച ദൈവം അനുവദിച്ചാൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപവാസത്തിലേക്ക് വന്നിരിക്കണം. കാര്യം, ഉപവസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് കാര്യമായി സ്വാധീനിക്കും. ആരെങ്കിലും ഉപവസിക്കുന്നവരുണ്ടെങ്കിൽ ഇൻ ദ ടെക്നിക്കൽ ടേംസ്, ആത്മീയമായിട്ടല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, ടെക്നിക്കൽ ടേംസിൽ പറയട്ടെ, മെറ്റബോളിസം, അതായത് നമ്മുടെ ശരീരത്തിൽ ഈവൻ പാലൊഴിച്ച ചായ കുടിച്ചാൽ പോലും ടെക്നിക്കലി ആ ഫാസ്റ്റിംഗ് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിയുന്നത്രയും ആത്മാർത്ഥതയോടെ. ചിലർ കഞ്ഞി കുടിച്ച് ഒരു ദിവസം ഒരു നേരം കഞ്ഞി കുടിച്ചാൽ വി വിൽ നോട്ട് ബി റിഡിക്യൂളിംഗ് ദം, അവരെ പരിഹസിക്കുകയില്ല. കാര്യം, നിങ്ങളുടെ ശരീരത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് യു ക്യാൻ ഡിസൈഡ്. എങ്കിലും നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥത വേണം. മറ്റൊരു ഭാഷയിൽ പറയട്ടെ, കഞ്ഞി കുടിക്കുന്ന ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾ ഓർക്കണം, ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ മെറ്റബോളിസം ആക്ടിവേറ്റ് ആയാൽ ടെക്നിക്കലി ഫാസ്റ്റിംഗ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ പ്രശംസിക്കുവാനൊന്നുമില്ല, നമ്മളാകുന്നതൊക്കെ കൃപയാൽ. ഉപവസിക്കുവാൻ കഴിയുന്നവർ കഴിയുന്നത്രയും ഉപവസിക്കുവാൻ തയ്യാറായിക്കോ, വലിയൊരു പകർച്ച ഈ 40 ദിവസം ഉണ്ടായിരിക്കും. സോ ശരീരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അത്
ആരോഗ്യത്തെ നന്നായി നല്ല രീതിയിൽ ബാധിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സ്പിരിച്വലി അതിനെക്കുറിച്ച് പറയട്ടെ. ചില രോഗസൗഖ്യങ്ങൾ നടന്നിരിക്കും. രോഗത്തിൻ്റെ ശക്തികൾ ശരീരത്തിൻ്റെ പിടിവിട്ട് മാറിയിരിക്കും. അതിന് പിടിക്കുവാൻ കഴിയാത്തതുപോലെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ആത്മീയ ഷീൽഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആത്മീയമായ ഒരു പരിചയ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കും. രോഗശക്തികൾക്ക് തൊടുവാൻ കഴിയാത്തതുപോലെ ഉപവാസത്തിൽ ദൈവം ഒരു പരിചയാൽ ചിലതിനെ മറച്ചിരിക്കും. അവരുടെ ഇടയിൽ ബലഹീനൻ ഒരുവൻ പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ രോഗമില്ലെന്ന് മാത്രമല്ല, ശരീരത്തിൽ ബലഹീനതയില്ലാതെ, അസ്ഥികൾക്ക് വേദനയില്ലാതെ, ജോയിൻസിന് വേദനയില്ലാതെ, ശരീരത്തിൽ മസിലുകൾ വീക്കാകാതെ, പ്രായത്തിൻ്റെ പരിമിതികൾക്കപ്പുറം ചിലതിനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ ഉപവാസത്തിൽ ചലിക്കുവാൻ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും. ഗോയിങ് വൺ സ്റ്റെപ്പ് അഹെഡ്, നമ്മളുടെ മനസ്സിനെ ബാധിക്കും. ആഹാരത്തിനും പലതിനും മനസ്സിനെ സ്വാധീനിക്കുവാൻ സാധിക്കും. പല ഡ്രഗ്സ് എടുക്കുന്നത് മനസ്സിനെ ബാധിക്കുവാനായിട്ടാണ്. ശരീരത്തിലേക്ക് ചെല്ലുന്ന ആഹാരം മനസ്സിനെ ബാധിച്ചിരിക്കും. നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ ആഹാരത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പറയട്ടെ, ചിലത് ഉപവസിക്കുമ്പോൾ മനസ്സിനെ കാര്യമായി ബാധിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം മെൻ്റൽ ബ്ലോക്സ്. മാതാപിതാക്കൾക്ക് നന്നായിട്ടറിയാം. ഏറ്റവും നല്ല ഉപദേശങ്ങൾ കൊടുത്താലും കോവർ കഴുതേ പോലെ ചില പിള്ളേർ എന്ത് പലരും കേൾക്കത്തില്ല. കടിഞ്ഞാണും വടിയും ഒക്കെ ഉണ്ടെങ്കിലേ പലതും കേൾക്കത്തുള്ളൂ. അത് മെൻ്റൽ ബ്ലോക്സ്. പിശാച് മനസ്സിൻ്റെ അകത്ത് ചില ബ്ലോക്കുകൾ കൊണ്ടിടും. നന്മയ്ക്കായിട്ടുള്ളത് എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. പിള്ളേരെക്കുറിച്ച് പറയാൻ സാധിക്കും, പക്ഷേ പ്രായമുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കയറുകയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എല്ലാവരെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ ചില മെൻ്റൽ ബ്ലോക്സ് മാറിയിരിക്കും. ദൈവം നന്മയ്ക്കായി ഒരുക്കുന്ന വഴികൾ പിശാച് മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടിട്ട്, കയ്പിൻ്റെ ചിന്തകൾ കൊണ്ടിട്ട്, മെൻ്റൽ ബ്ലോക്സ് കൊണ്ടിട്ട് നമ്മളെ വഴിയിൽ നിന്നും മാറ്റിക്കളയുവാൻ നിൽക്കുമ്പോൾ ഇന്ന് ചിലർ പ്രാർത്ഥിച്ചാൽ മെൻ്റൽ ബ്ലോക്സിനെ ദൈവം മാറ്റുവാൻ ഉപവാസത്തിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അവിടെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സ്പിരിച്വൽ പവറിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഉപവസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉപവസിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആത്മധൈര്യം ഉണ്ടാകും, മനസ്സിൽ സന്തോഷം വരും. ഓൾ ദാറ്റ് അപ്പാർട്ട്, ഏറ്റവും പ്രധാനമായി പറയട്ടെ, ചിലരുടെ അകത്തേക്ക് ആത്മാവിൻ്റെ ശക്തിയെ ദൈവം അയച്ചിരിക്കും. വരുന്ന ആഴ്ചയിൽ ഫാസ്റ്റിങ്സിൻ്റെ വ്യത്യസ്ത രീതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ചില ഫാസ്റ്റിങ്സിന് വേണ്ടി ക്രമീകരിക്കപ്പെടണം എന്നും ഓർപ്പിക്കട്ടെ. എങ്കിലും ഇന്ന് ആത്മാവിൽ വരുന്ന ശക്തിയെക്കുറിച്ച് പറയട്ടെ. മത്തായി സുവിശേഷം 17-ാം അധ്യായം, മാത്യു ചാപ്റ്റർ നമ്പർ 17 വേഴ്സ് നമ്പർ 18, 18-ാം വാക്യം, അതിനുശേഷം 21-ാം വാക്യം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കണ്ടുവന്ന ഒരു ഭാഗമാണ്. തൻ്റെ മകനെ സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവന്നു. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ്. മത്തായി 17-18 വായിച്ചാട്ട്. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. മതി. യേശു പിശാചിനെ, ഭൂതത്തെ ഭത്സിച്ചു. ജസ്റ്റ് a rebuke. ഭത്സിച്ചു. ഭത്സനയുടെ ശക്തി. ശിഷ്യന്മാർ ഭത്സിച്ചില്ലയോ? ശിഷ്യന്മാർ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ലോക്ക് സ്റ്റോക്ക് ബാരൽ ശരിക്കും ശാസിച്ചും ഭത്സിച്ചും കാണും. ശബ്ദമുയർത്തി ഭത്സിച്ച് കാണും. തലയെ പിടിച്ച് അമക്കി കുലുക്കി ഭത്സിച്ച് കാണും. എങ്കിലും ശരീരത്തിൻ്റെ പ്രകടനങ്ങളിലല്ല, പകരം ആത്മാവിൻ്റെ ശക്തിയിലാണ് ഭത്സനയുടെ ശക്തി ഇരിക്കുന്നത്. ചിലർ ഭത്സിച്ചാൽ ശബ്ദം മാത്രം വരും. ചിലർ അതിനേക്കാളും കേമന്മാരാ, ഭത്സിച്ചാൽ തുപ്പലും കൂടെ വരും. അതിനേക്കാൾ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ കർത്താവ് ഭത്സിച്ചപ്പോൾ ശക്തി പുറപ്പെട്ടു, ഭൂതം കീഴടങ്ങി. ഇന്ന് ചിലർ ഭത്സിക്കുമ്പോൾ ദൂരെ കിലോമീറ്ററുകൾക്ക് അകലെയുള്ള അന്യായ പോരിൻ്റെ ശക്തികൾ പൂർണ്ണമായി വിട്ടുമാറുവാൻ ചിലരുടെ ശബ്ദത്തിൽ, ഭത്സനയുടെ ശബ്ദത്തിൽ ദൈവം ഒരു ശക്തി പകരുവാൻ ആഗ്രഹിക്കുകയാണ്. 21-ാം വാക്യം വായിക്കുമ്പോൾ യു ഗെറ്റ് ദ സീക്രട്ട്. വൈ? ശിഷ്യന്മാർ പരസ്യമായിട്ടല്ല, രഹസ്യമായി കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നാലും ഞങ്ങൾ ഇത്രയും ഭത്സിച്ചിട്ട് ഒന്നും നടന്നില്ല. കർത്താവ് ഒറ്റ ഭത്സനയ്ക്ക് ഇത്രയും ഭയങ്കര കാര്യം നടന്നെങ്കിൽ പ്ലീസ് ടെൽ us what is the secret. ഇതിൻ്റെ രഹസ്യം എന്താണ്? വായിച്ചാട്ടെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശ്വാസം വരുവാൻ ഉപവാസത്തിനൊരു ഭാഗമുണ്ട്. വിശ്വാസം പല രീതികളിൽ വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അത്
വചനം കേൾക്കുമ്പോൾ വരുന്ന വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗം, അവനവന് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് എല്ലാവർക്കും a measure of faith, ഒരളവിലൊരു വിശ്വാസം നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റൊരിടത്ത് പറയുന്നു, ചിലർക്ക് വിശ്വാസത്തിൻ്റെ വരം നൽകപ്പെട്ടിരിക്കുക, അളവിനേക്കാൾ ഉപരി ഒരു വരമായി വിശ്വാസം നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുകയില്ല. അതിൻ്റെ അകത്ത് ഒരു രഹസ്യം ഇവിടെ പറയട്ടെ, ഉപവസിച്ചാൽ അതിനെ ശാസിക്കാൻ ആവശ്യമുള്ള വിശ്വാസത്തിൻ്റെ ഒരു അളവും ദൈവം പകരും. വിശ്വാസവും ഉപവാസവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഇപ്പോൾ ഞാൻ മുൻപോട്ട് പോകട്ടെ, പിന്നെ കാര്യങ്ങൾ പറയാം. എങ്കിലും യേശു കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഫലിച്ചപ്പോൾ ആ ഭൂതം വിട്ടുപോകുന്നത് പോലെ ശക്തി വ്യാപരിച്ചെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങൾ അറിയാത്തതുപോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ട്. ഇത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ വിട്ടുപോകാത്തതിൻ്റെ കാര്യം, ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിലേക്ക് പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ആത്മയുദ്ധത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം, മൈലുകൾക്കപ്പുറം ദേശങ്ങളെ വ്യാപരിച്ചു നിൽക്കുന്ന ചില അന്യായ പോരുകളെ ഒറ്റ ഫൽസനയ്ക്ക് അതിനെ നിലംപരിചാക്കുവാൻ, ഒറ്റ ഫൽസനയ്ക്ക് അത് പാരലൈസ് ആയി പോകുവാൻ, ഒറ്റ ഫൽസനയ്ക്ക് പിന്നെ നിൽക്കാത്തതുപോലെ വിട്ടുമാറുവാൻ, ചില രോഗശക്തികൾ വിട്ടുമാറുവാൻ, ചില സൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, പറയട്ടെ, ചില ഫൽസനയുടെ വാക്കുകളിൽ ശക്തി വ്യാപരിച്ചിരിക്കും. അല്പം കൂടെ കടത്തി പറയാം, ചില പരിഹാസികളെ നോക്കി ചിലർ ഒറ്റ ഫൽസന ഫൽസിച്ചോണം. അവൻ്റെ ജീവിതത്തിൽ പിന്നെ പരിഹസിക്കാത്തതുപോലെ ചിലതിന് വിരോധമായി ദൈവത്തിൻ്റെ ശക്തി അയക്കുവാൻ സാധിക്കും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവർ ഭാഗ്യവാന്മാരാണ്. എങ്കിലും ശക്തി കൈകാര്യം ചെയ്യുന്ന ചിലരുണ്ടെങ്കിൽ ചില പരിഹാസികളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ യഹോവ നിന്നെ ഫൽസിക്കട്ടെ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ചിലതിൻ്റെ പരിഹാസം അവിടെ കൊണ്ട് അസ്തമിച്ചിരിക്കും. ആത്മശക്തിയെ കൈകാര്യം ചെയ്യുന്ന ചിലർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. പരിഹാസികളെ വിരൽ ചൂണ്ടി ഒന്ന് ഫൽസിക്കുവാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ചിലർ തയ്യാറായിക്കോ. ചിലതിനെ വലിച്ചു കീറുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ഓ മൈ ഗുഡ്നസ്, ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല, പ്ലാൻ ചെയ്തതല്ല, എങ്കിലും ആത്മാവിൽ ഞാൻ പറയുക, ചിലതിനെ വലിച്ചു കീറുന്നത് പോലെ, പരിഹാസികളായ ചിലതിനെ വലിച്ചു കീറുന്നത് പോലെ ചിലർ വിരൽ ചൂണ്ടിയാൽ ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധികൾ വരുവാൻ സമയമായി കഴിഞ്ഞു. പരിഹസിക്കുന്ന ചിലതിനെ, ചില അന്യായ കാർട്ടൂൺ വരയ്ക്കുന്ന ചിലതിനെ, ചില അന്യായ വാക്കുകൾ പ്രസ്താവിക്കുന്ന ചിലതിനെ യേശുവിൻ്റെ നാമത്തിൽ ഫൽസിക്കുന്നത് പോലെ ചിലതിൻ്റെ നാവിൽ ഒരു ആത്മശക്തി വ്യാപരിക്കട്ടെ. All right, let me quickly come. ആ ആത്മയുദ്ധത്തിൽ ആത്മശക്തി വ്യാപരിക്കുക മാത്രമല്ല, വിധികളെ മാറ്റുന്നത് പോലെ ഉപവാസത്തിനൊരു കാര്യമുണ്ട്. ഉപവാസത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു വന്നത് ദ കോർട്സ് ഓഫ് ജസ്റ്റിസ്, നിയമക്കോടതിയിൽ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വാങ്ങിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് ചോദിച്ച് വാങ്ങിച്ച് പരിശീലിച്ചവരാണ് ഇതിൻ്റെ മുൻപിലിരിക്കുന്നവർ. അവിടെ കൊണ്ട് പലതും സാധിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മയുദ്ധം ചെയ്തവരാണ് ഇതിൻ്റെ നടുവിലുള്ളത്. ആത്മയുദ്ധം ചെയ്താൽ പലതും കയ്യിൽ വന്നിരിക്കും, ഫൽസിച്ചാൽ ചിലത് നടന്നിരിക്കും. എങ്കിലും പ്രാർത്ഥിച്ചിട്ടും ചോദിച്ചിട്ടും ആത്മയുദ്ധം ചെയ്തിട്ടും വരാതിരിക്കുന്ന ചിലതിനോട് പറയട്ടെ, ന്യായാസനത്തിൻ്റെ മുൻപിൽ പോയി കർത്താവേ എന്താണ് എൻ്റെ വിഷയം എന്ന് ചോദിച്ചാൽ ദൈവം ചിലത് വെളിപ്പെടുത്തിയിരിക്കും. ഉപവാസത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ സാധിക്കും. അടച്ചു വെച്ചിരിക്കുന്ന ഫയലുകളെ പുറത്തെടുക്കുവാൻ സാധിക്കും. പിശാചിന്റെ പദ്ധതികളെയും അവന്റെ തന്ത്രങ്ങളെയും പരസ്യമാക്കുവാൻ സാധിക്കും. ചിലർ പ്രാർത്ഥിച്ചാൽ പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നത് പോലെ അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടിരിക്കും. പിശാച് ചിലതിനെ മുദ്ര വെച്ചിരിക്കുകയോ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ആരും അറിയരുത്. അതിനെ മുദ്ര വെച്ചിരിക്കുമ്പോൾ അതിനെ പരസ്യമായി പുറത്തു കൊണ്ടുവരുവാൻ ചിലതിന് ഉപവാസത്തിന് മുൻപിൽ ശത്രുവിന്റെ പദ്ധതികൾ പുറത്തു വന്നിരിക്കും. ഓ ലോർഡ്, അടുത്ത 3 വാക്യങ്ങൾ കൂടെ വായിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ മുൻപിൽ സമയമില്ല. എസ്തറിന്റെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? എസ്തർ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. 3 ദിവസങ്ങൾ ആ വെള്ളം പോലും ഇല്ലാതെ താൻ ഉപവസിച്ചു. എന്ത് സംഭവിച്ചു? 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവിന്റെ പൊൻചെങ്കോൽ ഇതാ എസ്തറിന് നേരെ നീട്ടപ്പെടുകയാണ്. തന്റെ ജനത്തിനു വേണ്ടി ഇതാ വിധി വിരോധമായി വന്നെടുത്ത ലോകത്തിലുള്ള വിധികളുടെ കുരുക്കുകളെ, നിയമക്കുരുക്കുകളെ, വിധികളെ മാറ്റുവാൻ ഉപവാസത്തിന് ഒരു ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, രാജ്യത്തിലും ഓരോ സ്ഥലങ്ങളിലുമുള്ള നിയമങ്ങളെ വരെ മാറ്റുവാൻ ഉപവാസത്തിന് ശക്തിയുണ്ട്. കാര്യം, ആ ഉപവാസം സ്വർഗത്തിൽ ചില ചലനങ്ങൾ സംഭവിപ്പിച്ചിരിക്കും. വരുന്നാഴ്ചയിൽ
അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽക്കാലം ചിലർ തീരുമാനിക്കണം, കർത്താവേ ഞാൻ ഉപവസിക്കുവാൻ തയ്യാറാണ്, എൻ്റെ ശരീരം ഞാൻ അനുസരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്, സ്നാനത്തിന് വേണ്ടി എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്, എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ഞാനിതാ താഴ്ത്തി സമർപ്പിക്കുന്നു, എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടോ? മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ അമാലേക്യർ പരാജയപ്പെട്ടതുപോലെ നിങ്ങൾ അനുസരണത്തിന് വേണ്ടി ശരീരത്തെ സ്തുതിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ, രാത്രിയാമങ്ങളിൽ തന്റെ പ്രാകാരങ്ങളിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്ന് പറയട്ടെ, ചിലതിന്റെ ജീവിതാനുഭവങ്ങളെ മാറ്റുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ അകത്ത് നന്മയായിട്ടുള്ളത് വർദ്ധിച്ചു വരും. ആ വേവ്, ആ തിരമാല അടിക്കുമ്പോൾ തിന്മയായിട്ടുള്ളതിനെ തള്ളി പുറത്തു കളയുന്ന ഒരു ദൈവശക്തി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. മാനുഷികമായി നിങ്ങളൊന്നും കാണുകയില്ല. ഇവിടെ കരമുയർത്തി പിടിച്ചു നിൽക്കുന്ന ചില ശുശ്രൂഷകന്മാരെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. എങ്കിലും കാണാത്ത ഒരു തലത്തിൽ ഒരു സംഭവം ഉണ്ടാകും. ഇതിൻ്റെ അകത്തുനിന്ന് വേവ്സ് എന്നതുപോലെ ദൈവശക്തി വ്യാപരിക്കുവാൻ ആരംഭിക്കും. അത് ഈ ആലയത്തിൻ്റെ അകത്തും വെബ്കാസ്റ്റിൽ കൂടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവരുടെയിലും ആ ശക്തിയുടെ ഒരു അലതള്ളൽ കയറുകയും അത് പുറത്താക്കേണ്ട പലതിനെയും പുറത്താക്കുന്നത് പോലെ എന്ന് ഇതിൻ്റെ അകത്ത് വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ചലനമുണ്ടായിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാലും